Hello friends, welcome to 𝙑𝙑𝙬𝙬𝙧 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് യൂണികാഷ് എന്നൊരു സംഭവത്തിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചറാണ്. നിങ്ങൾ യൂണികാർഡ് എന്തായാലും കേട്ടാൽ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു പ്രീപെയ്ഡ് കാർഡാണ് യൂണികാർഡ് എന്ന് പറയുന്നത്. അതുള്ള അതിൻ്റെ നമ്മൾ അൺബോക്സിങ്ങും അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവർ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ യൂണികാർഡിന് നമുക്ക് പുതിയൊരു ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും യൂണികാർഡിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ അവരെല്ലാം അധികം ഫീച്ചേഴ്സ് പതുക്കെ വരാനായിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി EMI 3 months മുകളിൽ EMI നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടില്ല. കമ്മിങ് സൂൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ യൂണികാർഡിന് അറിയായിരിക്കും 1/2 കാർഡുണ്ട്, 1/3 കാർഡുണ്ട്. എൻ്റെ 1/2 കാർഡാണ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 2 മാസത്തിൽ അടച്ചാൽ മതി, അല്ലെങ്കിൽ 3 മാസത്തിൽ അടച്ചാൽ മതി. നമുക്ക് എക്സ്ട്രാ EMI കൺവേർഷൻ ഒന്നും വേണ്ട. നമുക്ക് EMI ആയിട്ട് കാൽക്കുലേറ്റും ചെയ്യില്ല, നമ്മുടെ സിബിലിനെ എഫക്റ്റ് ചെയ്യില്ല. അതല്ലാണ്ടുള്ളൊരു ഓഫറാണ്. നമുക്ക് ഒന്നെങ്കിൽ 2 മാസത്തിൽ അടച്ചാൽ മതി, 3 മാസത്തിൽ അടച്ചാൽ മതി. അത് നല്ലൊരു ഫീച്ചറായിരുന്നു. അപ്പോൾ യൂണികാർഡിൻ്റെ പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നതാണ് യൂണികാഷ് എന്നൊരു ഫീച്ചർ. നിങ്ങൾക്ക് അതിൻ്റെ പേര് കൂടെ തന്നെ മനസ്സിലായിരിക്കും, ക്യാഷാണ്. അത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാലറ്റിലേക്ക്, അതായത് Paytm വാലറ്റും സപ്പോർട്ടാണ്, Amazon Pay വാലറ്റ്സും സപ്പോർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കും നമ്മുടെ നമുക്ക് കിട്ടിയ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്കൊരു 70% വരെ ലിമിറ്റ് നമുക്ക് ഈ യൂണികാഷിന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ക്യാഷ് നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ Amazon Pay ബാലൻസിലേക്കോ Paytm വാലറ്റിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ആക്ച്വലി വേണമെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മളെല്ലാവർക്കും നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നപ്പോൾ ക്രെഡിറ്റ് കാർഡായിരിക്കും എല്ലാവർക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറേ പേര് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ നമുക്കിപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ യൂണികാഷിലേക്ക് എനിക്കൊരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കാണിച്ചത് നമ്മുടെ ആപ്പിൽ ഈസിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ Amazon Pay ബാലൻസും അതുപോലെ തന്നെ Amazon Pay വാലറ്റും അതുപോലെ Paytm വാലറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടായിട്ടും ഈസിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു 5% വരെ നമുക്കൊരു കൺവീനിയൻസ് ചാർജ് വരും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. വേറെ എക്സ്ട്രാ ചാർജൊന്നുമില്ല. പിന്നെ വേറൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം യൂണികാർഡ് എന്ന് പറയുന്നത് 1/3 1/2 ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ യൂണികാഷ് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഫുള്ള് തന്നെ അടക്കേണ്ടി വരും കേട്ടോ. നമുക്ക് 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. പക്ഷേ ഒരു പേഴ്സണൽ ലോൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിമിറ്റിൽ നിന്ന് നമുക്ക് ഒരു ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് കാർഡ് പറ്റാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ ഡയറക്റ്റ് വേണം എന്നുള്ളവർക്കും ഒരു നല്ലൊരു സംഭവം എന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മുടെ ലിമിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനൊരു പുതിയൊരു ഫീച്ചർ വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ എന്തായാലും മൊബൈലിൽ കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരാഴ്ചയുള്ളിൽ എല്ലാവർക്കും ഈ അപ്ഡേറ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് വീഡിയോസ് കാണാത്തവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ലാസ്റ്റായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ Amazon സ്റ്റോർ ലിങ്ക് കാണാത്തവർ പോയി കാണുക. നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ പേജ് Amazonൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ നമ്മുടെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈൻ ചെയ്ത് ഹോം പേജ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി വെക്കാം. നിങ്ങൾക്ക് എന്തായാലും Amazon പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാവട്ടാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ Instagram ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക യൂണികാർഡ് എടുക്കാം. യൂണികാർഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ യൂണികാർഡിന് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കയ്യിൽ എന്തെങ്കിലും ആയി അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഇതാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഹോം പേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റുമായിരിക്കും പേ വിത്ത് യൂണികാഷ് ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് കാണിച്ചിരിക്കുന്നത് 16,000 രൂപയാണ്. നമുക്ക് 2 ബാങ്കും കൊടുക്കാം, 2 വാലറ്റും കൊടുക്കാം. അപ്പോൾ 2 വാലറ്റ് ആണെങ്കിൽ നമുക്ക് ആഡ് ടു Amazon വാലറ്റ് വരുന്നുണ്ട്. നമ്മുടെ Paytm വാലറ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ഇതിൽ എന്താ പറയുക ലിങ്ക് ചെയ്തിട്ടില്ല. 2 ബാങ്ക് ആണെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കും, അക്കൗണ്ട് നമ്പർ IFSC കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലിമിറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു പുതിയൊരു ഫീച്ചർ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെനിക്ക് ആക്ച്വലി നമുക്ക് വാട്സപ്പിലാണ് ആക്ച്വലി ഈ ഫീച്ചർ ആക്ടിവേറ്റ് ആയിട്ട് വേണ്ടിയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഹോം സ്ക്രീനിൽ തന്നെ ഇത് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ബാക്കി വേറെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. കണ്ടോ, യൂണികാഷ് എനേബിൾ യു ടു ട്രാൻസ്ഫർ മണി ടു ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് ഈവൻ ലെറ്റ് യു ലോഡ് അപ്പ് Paytm വാലറ്റ്സ് ഓർ Amazon വാലറ്റ്. ഉണ്ടോ, അപ്പോൾ എൻ്റെ യൂണികാഷ് ലിമിറ്റ് പറയുന്നത് 16,000 രൂപയാണ്. മിനിമം ഓഫ് 5% കൺവീനിയൻസ് ഫീ വിൽ ബി ഇൻക്ലൂഡഡ്, GST ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് യൂണികാഷ് ട്രാൻസാക്ഷൻസ് ആർ പേ ഇൻ ഫുൾ ആണ്, cannot be converted into pay 1/3 and are not eligible for cash back. അപ്പോൾ ഇതിൽ ക്യാഷ് ബാക്കും കിട്ടില്ല. നമുക്ക് നമ്മുടെ എന്താ പറയുക പാർട്ടിഷൻ ചെയ്തിട്ട് അടയ്ക്കാനുള്ള ഫീച്ചറും കിട്ടില്ല കേട്ടോ. അപ്പോൾ
ഇതാണ് സംഭവം നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ നമുക്കിപ്പോൾ യൂണിക്കാർഡിൽ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിക്കാർഡ് യൂസേഴ്സിനോ അതേപോലെ എടുക്കാൻ നോക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പുതിയ ഫീച്ചറും ആഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയിട്ടാണ് വരിക. നമ്മുടെ ഹോം പേജിൽ ഇങ്ങനെ ഒരു ലിങ്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹോം പേജിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പിൽ എനിക്ക് വന്നിരിക്കുന്നത് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വാട്സപ്പിൽ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, വൈ ഡിസ്റ്റർബ് യുവർ ബാങ്ക് അക്കൗണ്ട്, ഇൻട്രൊഡ്യൂസിങ് യൂണിക്കാഷ് യൂണിക് പേ എന്ന് പറഞ്ഞിട്ട് യൂണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെക്കൗട്ട് യൂണിക്കാഷിനോട് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്ക് തന്നെ പോവുക. അപ്പോൾ ഇങ്ങനൊരു ഫീച്ചർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂണിക്കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ഞങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ആഴ്ചയുടെ സംഭവം ആക്ടിവേറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ രണ്ടാം ചാനൽ കാണാത്തൊരു പോയി കാണാം. നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നമ്മുടെ പെറ്റ്സിൻ്റെയും അതുപോലെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സാണ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.